ഇന്ന് പക്ഷേ പങ്കാളിത്തം കുറവെങ്കിൽ പക്ഷേ ഈ പേരിന്നും ഭരണകർത്താക്കൾക്കും ഉദ്യോഗസ്ഥന്മാർക്കും ഒരു ഭയമായിട്ടാണ് നമ്മൾ കാണുന്നത്. അന്നത്തെ സമര ചരിത്രം ഓർത്തുകൊണ്ടവർ അതെ 5 തെങ്ങ് പൂത്തറയിൽ നിന്ന് പൂത്തറയിൽ തന്നെ പറയാം, പൂത്തറയിൽ നിന്ന് രൂപം കൊണ്ട് ഇന്ന് അന്തർദേശീയ തലത്തിൽ വരെ മത്സ്യത്തൊഴിലാളികളുടെ അവകാശങ്ങൾക്ക് വേണ്ടി നിരന്തരം പോരാടിയിട്ടുള്ള ഒരു വ്യക്തിയാണ് തോമസ് കൊച്ചേരി. നമ്മൾക്ക് വേണ്ടി നമുക്കൊരു ഉത്ബോധം ആ സമയങ്ങളിലുണ്ടായി. ഇന്നുമുണ്ട്, അന്നുമുണ്ട്. മനസ്സിലാവുന്നുണ്ട്, ഇത് നമ്മുടെ അവകാശമാണ്, നമ്മൾക്ക് വേണ്ടിയാണ്, നമ്മുടെ നമ്മുടെ തലമുറകൾക്ക് വേണ്ടിയാണ്, അത് നിലനിർത്തുവാൻ വേണ്ടിയുള്ള ഒരു ഇതാണ്, അത് പരിഹരിക്കണം എന്ന് പറഞ്ഞുകൊണ്ടാണ് ഒരുപാട് ബോട്ടുകൾ പിടിച്ച ഈ 27-28 ബോട്ടുകൾ ഈ നമ്മുടെ കടലിൽ താഴ്ത്തിട്ടുണ്ട്. ഒത്തിരി മത്സ്യത്തൊഴിലാളികൾ പരസ്പരം ഒരു സംഘർഷത്തിലേക്ക്, കടലിൽ സംഘർഷ അവസ്ഥയിലേക്ക് എത്തിയിട്ടുണ്ട്. മത്സ്യത്തൊഴിലാളികളുടെ വോട്ട് ബാങ്കാക്കി മാറ്റിയതിനു ശേഷം അവരെ ദ്രോഹിക്കുന്നതാണ് ഏത് സർക്കാർ വന്നു കഴിഞ്ഞാൽ. ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഏതാണ്ട് 7ാം സ്റ്റാൻഡ് മുതൽ അന്ന് കട്ടമരമായിരുന്നു, പരമ്പരാഗതമായിട്ടുള്ള ചെറുകിട മത്സ്യത്തൊഴിലാളികളുടെ കട്ടമരമായിരുന്നു. അപ്പോൾ ആ കട്ടമരത്തിൽ പോകുന്ന ഒരു സാഹചര്യം അന്ന് ഒത്തിരി വലിയ പ്രതിസന്ധിയ സമയങ്ങളായിരുന്നു, സാമ്പത്തികമായിട്ട് വളരെയേറെ ബുദ്ധിമുട്ടുള്ള സമയമായിരുന്നു. പ്രത്യേകിച്ച് മത്സ്യത്തൊഴിലാളികൾക്ക് അവർക്ക് വിദ്യാഭ്യാസ നിലവാരം കൂടുതൽ താഴോട്ട് പോയതിൻ്റെ പ്രധാന കാരണം കടലിനെ മാത്രം ആശ്രയിച്ച് ജീവിച്ചതിൻ്റെ പേരിൽ. അപ്പോൾ അന്ന് അത്രയ്ക്കും സാമ്പത്തികം വലിയ പ്രതിസന്ധിയായതിൻ്റെ പശ്ചാത്തലത്തിൽ ഞങ്ങൾ പരമ്പരാഗതമായിട്ടുള്ള ചെറുകിട മത്സ്യത്തൊഴിലാളി ഇപ്പോൾ 7ാം സ്റ്റാൻഡ് പോലെ. അപ്പോൾ അതാണ് അത്രയ്ക്ക് ഞാനൊക്കെ 7ൽ പഠിക്കുന്ന സമയത്ത് തന്നെ 1-2 ഡെസ്കിൽ കിടന്നിങ്ങനെ ഉറങ്ങുമ്പോൾ ഇവിടുത്തെ നമ്മുടെ ടീച്ചർ വന്ന് സാറ് വന്ന് ചോദിക്കും, ഇങ്ങനെ തട്ടിയിട്ട് ചോദിക്കും, എന്താ കിടന്ന് ഉറങ്ങുന്നു നോക്കുമ്പോൾ ഞാനിന്ന് പഠിക്കുകയോ. ശരി, കുഴപ്പമില്ല, കിടന്നേരെ. അപ്പോൾ ആ ഒരു അവസ്ഥയിലായിരിക്കും. ഇപ്പോൾ 7ാം സ്റ്റാൻഡ് എന്ന് പറയുമ്പോഴത്തേക്ക് എനിക്ക് 12-13 വയസ്സിലൊക്കെ നിൽക്കുന്ന സമയങ്ങളാണ്. ആ സമയം മുതൽ കട്ടമരത്തിൽ പരമ്പരമായിട്ട് ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുക. അപ്പോൾ പഠിക്കാനും പോവും, ജോലിക്കും പോവും, അപ്പോൾ അങ്ങനെ സ്റ്റെപ്പ് കയറി ഇങ്ങനെ മുന്നോട്ട് വന്നത്. ആ കാലയളവിൽ തന്നെ ഈ തീരക്കടലിൽ മാത്രം ആശ്രയിച്ച് മീൻ പിടിക്കുന്നതായിരുന്നു. അന്ന് ആഴക്കടലിലേക്ക് പോകത്തില്ല. അപ്പോൾ കരക്കടലിൽ പോയില്ല. അന്ന് ഔട്ട് ബോർഡ് എഞ്ചിനും ഒന്നും ഉള്ള സമയത്തായിരുന്നില്ല. കട്ടമരത്തിൽ ഒരു പരിമിതിയിൽ പോകാനേ പറ്റുള്ളൂ. കാരണം നമുക്ക് ഒന്നിൽ നമ്മൾ കട്ടമരത്തിൽ തുഴന്നു പോകും. ഇങ്ങനെ തുഴവയെന്ന് പറഞ്ഞു, ഞങ്ങളുടെ ഭാഷ പറഞ്ഞ് തുഴവയെന്ന് പറയും. ആ തുഴവയിൽ ഇങ്ങനെ തുഴന്നു അങ്ങനെ പോകുന്ന ഒരു സാഹചര്യമായിരുന്നു. അതിൻ്റെ ഈ പാവുണ്ട്, കാറ്റിൻ്റെ ദിശ അനുസരിച്ച് അങ്ങനെ കുറേ ഉള്ളിലിട്ട് പോയിച്ചാൽ കപ്പൽച്ചാലെന്ന് പറയും. ഒരു നമ്മളെ കേരള സർക്കാരിൻ്റെ പരിമിതി 12 നോട്ടിക്കൽ മൈലിൽ, അതിൻ്റെ ഉള്ളിലോട്ടൊന്നും കട്ടമരം കൊണ്ടൊന്നും അപൂർവം മാത്രമേ പോകത്തുള്ളൂ. അത് പോയാലും കുറച്ച് സമയങ്ങളിൽ മാത്രമേ ജോലി എടുക്കുമോ, തിരിച്ചു വരുമോ. അപ്പോൾ ആ ഒരു കാലഘട്ടത്തിൽ വളരെയേറെ പ്രതിസന്ധി, സാമ്പത്തികമില്ലാത്തൊരു സാഹചര്യമായിരുന്നു. പിന്നെ ആയപ്പോഴത്തേക്കും ഞങ്ങൾക്ക് കുറേശ്ശെ ഔട്ട് ബോർഡ് എഞ്ചിനൊക്കെ വന്നു. ഔട്ട് ബോർഡ് എഞ്ചിൻ വന്നതിന് ശേഷം പിന്നെ നമ്മൾ ഈ കുറച്ചുകൂടെ ആഴക്കടലിലേക്ക് പോകുമ്പോഴത്തേക്ക് അത്രയും മത്സ്യം കൂടുതൽ കിട്ടാൻ സാധ്യത. പിന്നെ അങ്ങ് മത്സ്യമേഖല ഒത്തിരി വളർച്ചയിലേക്ക് വന്നു. അതാണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട. ഈ വളർച്ചയ്ക്ക് വരണം, ഇതിൻ്റെ പ്രധാന കാരണം ഇതിൻ്റെ അകത്തുണ്ട്. മത്സ്യത്തൊഴിലാളികൾ നിരന്തരമായിട്ട് സമരങ്ങൾ നടത്തിയതിൻ്റെ പശ്ചാത്തലത്തിൽ അത് തോമസ് കൊച്ചേരിയും കുറച്ച് സിസ്റ്റേഴ്സുമാരുടെയും കുറച്ച് അച്ഛന്മാരുടെയും തോമസ് കൊച്ചേരി അച്ഛൻ്റെ നേതൃത്വം എന്തിനു പറയാന്ന് വെച്ചാൽ ഇതിൻ്റെ അമരത്തിരുന്നു കൊണ്ട് ഇവിടുത്തെ മത്സ്യത്തൊഴിലാളികൾക്ക് വേണ്ടി, ഇവിടുത്തെ പാവപ്പെട്ട മനുഷ്യർക്ക് വേണ്ടി, അവരുടെ ഉപജീവനം നിലനിർത്താൻ വേണ്ടി, അവരുടെ കടൽ സമ്പത്തും നിലനിർത്തണമെന്ന് പറഞ്ഞുകൊണ്ട് ഘട്ടമായിട്ടുള്ള സമരങ്ങൾ മറുപടി കൊടുത്തതിൻ്റെ പശ്ചാത്തലത്തിലാണ് പിന്നെ കുറച്ചുകൂടെ ഈ സാമ്പത്തികം മെച്ചപ്പെടുത്താനുള്ള സാധ്യത അതിൻ്റെ കൂടെ വരാൻ സാധ്യതയുണ്ട്. ആഴക്കടലിൽ പോകുമ്പോഴും ഇത് ആ കടലിലെ സമ്പത്ത് നിലനിർത്തണമെന്ന് വേണമല്ലോ, അല്ലെങ്കിൽ ഈ വലിയ വിദേശ കപ്പലുകൾ, അല്ലെങ്കിൽ നമ്മുടെ കപ്പലുകൾ, അല്ലെങ്കിൽ ഇവിടുത്തെ സ്വദേശീയ ബോട്ടുകൾ, ട്രോളിംഗ് ബോട്ടുകൾ, അപ്പോൾ അവരൊക്കെ നക്ഷീകരണത്തിൻ്റെ മീൻപിടുത്തമാണ്. നമ്മൾ പരമ്പരാഗത മത്സ്യത്തൊഴിലാളി എന്ന് പറയുമ്പോഴത്തേക്കും നക്ഷീകരണം ഇല്ലാത്ത മത്സ്യപിടുത്തമാണ്. അതുമാത്രമല്ല, നമ്മൾ പിടിക്കുന്ന മത്സ്യം എന്ന് പറയുമ്പോൾ അത്രയ്ക്ക് ക്വാളിറ്റി കൂടിയ മത്സ്യമാണ്. കാരണം അന്ന് നമ്മൾ
കൊണ്ട് കൊണ്ടുവന്ന് ഭക്ഷിക്കുന്ന അല്ല ആൾക്കാർക്ക് ഭക്ഷിക്കാൻ കൊടുക്കുന്ന ഒരു ഭാഗമായിട്ടാണ് നമ്മൾ അതിനെ കാണുന്നത്. അപ്പം അത് ആ സമരത്തിലൂടെ കയറി വളർന്ന് സമരം എന്ന് വെച്ച് കഴിഞ്ഞാൽ സമരം കൊടുമുടിയായിരുന്നു. ഈ ട്രോളിങ്ങിനെ മാത്രമല്ല, അല്ലെങ്കിൽ മത്സ്യത്തൊഴിലാളികളുടെ പല ആനുകൂല്യങ്ങൾക്കും ലംസം ഗ്രാൻഡ്, പഞ്ചമാസാശ്വാസ പദ്ധതി, വിധവാ പെൻഷൻ, വാർദ്ധക്യ പെൻഷൻ, മത്സ്യത്തൊഴിലാളികളുടെ അപകട ഇൻഷുറൻസ്, മത്സ്യത്തൊഴിലാളികളുടെ മക്കളുടെ മാരേജിൻ്റെ ആനുകൂല്യം, മത്സ്യത്തൊഴിലാളികൾക്ക് ഭവന പദ്ധതികൾക്ക്, അങ്ങനെ എന്തൊക്കെ ആനുകൂല്യങ്ങളുണ്ടോ ആ ആനുകൂല്യങ്ങളൊക്കെ ഈ പറയുന്ന ഫാദർ തോമസ് കൊച്ചേരിയുടെയും അവരുടെ ഒരു ടീമിൻ്റെയും സിസ്റ്റേഴ്സുമാരുടെയും അവരുടെ അച്ഛന്മാരുടെയും ഒരു വലിയൊരു ടീമും അതിനോട് ചേർന്ന് മത്സ്യത്തൊഴിലാളി ഒരു വലിയൊരു സമൂഹമായിട്ട് തന്നെ മാറിയിട്ടുണ്ടായിരുന്നു. ഇന്നതല്ല, ഇന്ന് ആ മാറ്റങ്ങളാണ് വരുന്നത്. പക്ഷെ അന്ന് മാറാൻ പറ്റാത്ത അവസ്ഥയാണ്. കാരണം അവരുടെ ആവശ്യം അവർ ഉൾക്കൊണ്ടു കഴിഞ്ഞു. അത്രയും സാമ്പത്തികമില്ല, ഒരു പ്രതിസന്ധിയെ ഒച്ചിരി കഞ്ഞി എന്തെങ്കിലും കുറ്റുന്ന കുടിക്കുക, അതുകൊണ്ടുള്ള പോക്കായിരുന്നു. പക്ഷേ ഇന്നും മാറിയപ്പോൾ കുറച്ച് മാറ്റങ്ങൾ ഇവിടെ ഉണ്ടായി. അപ്പോൾ ഇതിനെല്ലാത്തിനും ചുക്കാൻ പിടിച്ചത് തോമസ് കൊച്ചേരിയുടെ ഒരു നേതൃത്വത്തിലുള്ള വലിയ, അത് ഇന്നും നിലനിൽപ്പുണ്ട്. അത് ഇന്ന് പക്ഷേ പങ്കാളിത്തം കുറഞ്ഞെങ്കിലും പക്ഷേ ഈ പേരിൽ ഇന്നും ഭരണകർത്താക്കൾക്കും ഉദ്യോഗസ്ഥന്മാർക്കും ഒരു ഭയമായിട്ടാണ് നമ്മൾ കാണുന്നത്. അന്നത്തെ സമര ചരിത്രം ഓർത്തുകൊണ്ടവർ. അതെ, ഞങ്ങൾ കാണുന്നത് വെച്ച് കഴിഞ്ഞാൽ തോമസ് കൊച്ചേരിക്ക് ആദ്യം ഒരു ഇടവകയിലാണ് വരുന്നത്, പൂത്തറ ഇടവകയിൽ. പൂത്തറ ഇടവക എന്ന് വെച്ചാൽ തീരപ്രദേശത്തെ ഇടവകയാണ്. അപ്പോൾ ആ ഇടവകയിൽ നിന്നപ്പോൾ അപ്പോൾ അവിടെ ഈ കമ്പവല, കര നിന്ന് വലിക്കുന്ന കമ്പവല ഇങ്ങനെ വളർന്നിട്ട് നമ്മൾ പോലെ ഇങ്ങനെ വളച്ചിങ്ങനെ കരയിൽ നിന്ന് വലിച്ചെടുത്ത് വരുന്ന ഒരു ഉപകരണമാണ് കമ്പവല എന്ന് പറഞ്ഞത്. ആ കമ്പവല വലിക്കുന്ന സമയത്ത് അച്ഛൻ ഇങ്ങനെ പോയൊക്കെ നിൽക്കുന്ന ആ അച്ഛൻ പറയുന്നത്. അതിനുശേഷം അച്ഛൻ്റെ അതിൻ്റെ ഇൻട്രസ്റ്റ് തോന്നി. ഞാനും കൂടെ പോയ കാരണം ഒരു വലിയ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഫ്രീ ആണല്ലോ. പിന്നെ അവിടെ പിന്നെ സമയം കണ്ടെത്തണം, സമയം മാറാനും അതിനോടനുബന്ധിച്ച് എന്തെങ്കിലുമൊക്കെ ചെയ്യാനും ഒക്കെ ഒരു ഉന്മേഷം വന്നതിൻ്റെ പശ്ചാത്തലത്തിൽ അച്ഛൻ ഈ ഒരു ഫീൽഡിലേക്ക് ഇറങ്ങി. ഇതിൽ പിന്നെ വള്ളത്തിൽ കയറി വല പിടിക്കുകയും അതിൻ്റെ നമ്മുടെ ചേലെന്ന് പറയും, കടലിൽ ഞാൻ മീൻ പിടിക്കുന്ന എങ്ങനെ മൈൻഡ് വേണം, അത്രയ്ക്ക് വർക്ക് മൈൻഡ് ഒക്കെ വേണം, അതൊക്കെ വേണം. അങ്ങനെ വരുമ്പോഴത്തേക്കും ഈ അച്ഛൻ അതിലോട് പങ്കാളിത്തത്തിൽ വന്ന് അച്ഛൻ പിന്നെ വല വിട്ട് തുടങ്ങി. അപ്പം അച്ഛന് പിന്നെ തോന്നിയത് ഇവിടെ നമ്മളിങ്ങനെ ഇവിടുത്തെ മത്സ്യത്തൊഴിലാളികൾക്കിടെ അവകാശങ്ങൾ ഇങ്ങനെ നഷ്ടപ്പെട്ടു പോകുന്നൊരവസ്ഥയിലാണല്ലോ വരുന്നത് എന്ന് പറയുമ്പോൾ അച്ഛൻ്റെ ഉള്ളിൽ തോന്നിയിട്ടാണ് അച്ഛൻ ഇങ്ങനെ സംഘടിപ്പിക്കാൻ തുടങ്ങിയത്. അപ്പം അങ്ങനെ അപ്പം അതിനുശേഷം ഇവിടുത്തെ മത്സ്യത്തൊഴിലാളികളുടെ അവരുടെ പരമ്പരയായിട്ടുള്ള ആനുകൂല്യം അല്ലെങ്കിൽ ആനുകൂല്യങ്ങളായിരുന്നാലും സമ്പത്തുകളായിരുന്നാലും നഷ്ടപ്പെട്ടുന്നൊരു സാഹചര്യം മനസ്സിലാക്കിയതിന് ശേഷം അച്ഛൻ മുന്നിലേക്ക് വന്നു. പിന്നെ സംഘടിച്ച് ഇവിടെ കൊണ്ട് രൂപം കൊണ്ടതാണ്. 5 തെങ്ങ് പൂത്തറയിൽ നിന്ന് പറയാം, പൂത്തറയിൽ നിന്ന് രൂപം കൊണ്ട് ഇന്ന് അന്തർദേശീയ തലത്തിൽ വരെ മത്സ്യത്തൊഴിലാളികളുടെ അവകാശങ്ങൾക്ക് വേണ്ടി നിരന്തരം പോരാടിയിട്ടുള്ള ഒരു വ്യക്തിയാണ് തോമസ് കൊച്ചേരി. സംഘടിപ്പിക്കുന്നത് ഇപ്പം നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലാകുന്നുണ്ട്, ഇത് അച്ഛൻ്റെ ആവശ്യമല്ല. അച്ഛൻ്റെ വേണമെന്നുണ്ടെങ്കിൽ ഇടവകയിൽ അവിടെ ഇരുന്ന് സുഖമായിട്ട് നല്ല ഭക്ഷണം കഴിച്ച് സുഖമായിട്ട് അവിടെ വെളിപ്പെടുത്തിരുന്ന് അവിടുത്തെ മറ്റുള്ളവർക്ക് എന്തെങ്കിലുമൊക്കെ പറഞ്ഞു ഇരുന്നാൽ മാത്രം മതിയായിരുന്നു. അപ്പോൾ ഇവിടെ അച്ഛൻ രംഗത്തിറങ്ങിയ അച്ഛൻ ഈ കമ്പവല വലിക്കാൻ പോയല്ലോ. അപ്പോഴച്ഛൻ്റെ ഉള്ളിൽ വന്നത് ഇപ്പോൾ ഇവരുടെ സാമ്പത്തിക ഇങ്ങനെ മറ്റുള്ള കൈകളിലൊക്കെ ഇങ്ങനെ പോയിട്ടുണ്ട്, അല്ലെങ്കിൽ ഇവരുടെ അവകാശങ്ങൾ നിരസിച്ച് പോകുന്ന ഒരവസ്ഥയിലേക്ക് കടന്ന് നിൽക്കുകയാണല്ലോ. അപ്പോൾ അതിനൊരു പരിഹാരം കാണുന്ന അച്ഛന് അതിലേക്ക് സംഘടിച്ചപ്പോഴത്തേക്കും മത്സ്യത്തൊഴിലാളികൾക്ക് അവർക്കും ഉണർവ് വരും, അവർക്ക് ഒരു ബോധ്യമുണ്ടായി. അവരും വിചാരിച്ചു ശരിയാണ്, ഇത് അച്ഛന് വേണ്ടിയല്ല, അല്ലെങ്കിൽ ഇവിടുത്തെ കന്യാസ്ത്രീകൾക്ക് വേണ്ടി, അല്ലെങ്കിൽ മറ്റുള്ള അച്ഛന്മാർക്കല്ല, ഇവിടുത്തെ ഒരു പറ്റാരിയും ഇവിടുത്തെ മത്സ്യത്തൊഴിലാളികൾക്ക്, പാവപ്പെട്ട മത്സ്യത്തൊഴിലാളികളുടെ അവരുടെ അവകാശങ്ങൾക്ക് വേണ്ടി പോരാടാൻ വരുമ്പോൾ അതിൻ്റെ കൂടെ നമ്മൾ സപ്പോർട്ട് ചെയ്യണമല്ലോ, നമ്മുടെ അവകാശമാണല്ലോ. അങ്ങനെയാണ് നിരന്തരമായിട്ട് അച്ഛൻ. അതുമാത്രമല്ല, അച്ഛൻ പറയുന്ന നിർദ്ദേശങ്ങളൊക്കെ എല്ലാം നമ്മൾക്ക് വേണ്ടി നമുക്കൊരു ഉത്ബോധം ആ സമയങ്ങളിലുണ്ടായി. ഇന്നുമുണ്ട്, അന്നുമുണ്ട്. മനസ്സിലാവുന്നുണ്ട്, ഇത് നമ്മുടെ അവകാശമാണ്, നമ്മൾക്ക് വേണ്ടിയാണ്, നമ്മുടെ നമ്മുടെ തലമുറകൾക്ക് വേണ്ടിയാണ്, അത് നിലനിർത്തുവാൻ വേണ്ടിയുള്ള ഒരു ഇതാണ്, അത് പരിഹരിക്കണം എന്ന് പറഞ്ഞുകൊണ്ടാണ്.
ട്രോളിംഗ് നിരോധനം എന്ന് പറയുമ്പോൾ നമ്മൾക്കറിയാമല്ലോ, അടിത്തട്ടിൽ കൂടെ പണ്ടെന്ന് പറയുമ്പോഴത്തേക്ക് പലവായിട്ടാണ് അടിത്തട്ടിൽ. ഇന്ന് അതല്ല, വലിയ ഇരുമ്പ് വെച്ചുകൊണ്ട് അടിത്തട്ടിൽ നമ്മൾ ഉഴുന്ന് മറിക്കുമല്ലോ, ഉഴുന്നിങ്ങനെ ഇട്ട് അരിയും ഉഴുന്നും ഒക്കെ ആട്ട് ഉഴുന്ന് മറിക്കുന്നത് പോലെയാണ് അടിത്തട്ടിൽ കൂടെ ഇതിനെ ഇട്ട് വലിച്ചെടുത്തിട്ട് പോകുമ്പോൾ ഈ മത്സ്യം കൂടുതൽ ഉൽപ്പാദനം നടത്തുന്നത് അടിത്തട്ടിലാണ്. മേൽത്തട്ടിൽ അപൂർവ മത്സ്യങ്ങൾ മാത്രമേ ഉൽപ്പാദിക്കുന്നു. അതും മൺസൂൺ കാലത്ത് ജൂൺ, ജൂലൈ, ആഗസ്റ്റ് ഈ 3 മാസമാണ് മത്സ്യത്തിൻ്റെ ഉൽപ്പാദനം കൂടുതൽ നടത്തുന്നത്. അത് വെള്ളം തണുപ്പ് വയ്ക്കുമ്പോൾ അതിൻ്റെ ഒരു പ്രകൃതി മാറ്റമുണ്ട്, കടലിൽ ഒരു മാറ്റങ്ങളുണ്ടാകും. അത് ഞങ്ങൾക്കൊക്കെ അറിയാവുന്ന. അതനുസരിച്ച് ഉൽപ്പാദനം നടത്തുമ്പോൾ ആ സമയങ്ങളിൽ ഇവിടുത്തെ ട്രോളിങ്ങുകൾ വന്ന് ഇവിടുത്തെ കുഞ്ഞിനെയും മുട്ടിനെയും നശിപ്പിക്കുന്നെന്ന് വന്ന് ഞങ്ങൾക്ക് ബോധ്യമായതിൻ്റെ പശ്ചാത്തലത്തിലാണ് അതിനെതിരെ ഞങ്ങൾ ശബ്ദം ഉയർത്തിയതിൻ്റെ പശ്ചാത്തലത്തിൽ വന്ന സർക്കാരുകൾ ഒരു കമ്മിറ്റി വയ്ക്കുകയും ആ കമ്മിറ്റിയിലെ പഠനത്തിലും ഞങ്ങൾ പറഞ്ഞതിന് രണ്ടും ഒരേ തുല്യമായിട്ട് കണ്ടതിൻ്റെ പശ്ചാത്തലത്തിലാണ് കുറച്ചുകൂടെ വാശിയേറി ഞങ്ങൾ ശക്തിയിലേക്ക് വന്നത്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ വരുന്ന സർക്കാരുകൾ കുറച്ച് അവർക്ക് ഇതിൻ്റെ ആവശ്യമില്ലല്ലോ. ഇവിടുത്തെ മത്സ്യത്തൊഴിലാളിക്ക് വേണ്ടി അവർക്ക് ശബ്ദം ഉയർത്തണം, ഇവിടുത്തെ മത്സ്യത്തൊഴിലാളികൾക്ക് വേണ്ടി അത് തടയാനുള്ള ഇതില്ല. അവർ കാണുന്നത് സാമ്പത്തികം ഉള്ള വലിയ വലിയ ഡോളറുകളെയും വലിയ ബോട്ട് ഉടമകളെയും അവരൊക്കെയാണല്ലോ ഒരുപാട് സാമ്പത്തികമുള്ളവരാണല്ലോ ഒരുപാട് ഇതിടുന്നത്, ഈ ട്രോളിംഗ് ബോട്ടൊക്കെ ഇടുന്നത്, കോടികളുടെ പണം ചിലവാക്കിയിടുന്നത്. അപ്പോൾ അതുപോലെ ഇതും അങ്ങനെ വന്നപ്പോഴത്തേക്കും ഇവർ പിന്നെ കണ്ണടയ്ക്കാൻ തുടങ്ങി. ആര് കണ്ണടയ്ക്കാൻ തുടങ്ങി? ഈ എടുത്ത കമ്മിറ്റി ചില കമ്മിറ്റിയുടെ വിശ്വാസത്തെ പറഞ്ഞിട്ട് പോലും സർക്കാർ അത് ഉൾക്കൊണ്ടില്ല. അപ്പോൾ അതിൻ്റെ പേരിൽ ശക്തമായിട്ട് പിന്നെ ഞങ്ങൾ ഇവരെ പിടിക്കാൻ തുടങ്ങി. സത്യം പറഞ്ഞെങ്കിൽ ഇവരെ പിടിച്ച് ഒരുപാട് ബോട്ടുകൾ പിടിച്ച ഈ 27-28 ബോട്ടുകൾ ഈ നമ്മുടെ കടലിൽ താഴ്ത്തിയിട്ടുണ്ട്. ഒത്തിരി മത്സ്യത്തൊഴിലാളികൾ പരസ്പരം ഒരു കടലിൽ സംഘർഷ അവസ്ഥയിലേക്ക് എത്തിയിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായിട്ടാണ് 3 മാസം, ജൂൺ, ജൂലൈ, ആഗസ്റ്റ് 3 മാസവും ട്രോളിംഗ് നിരോധനം ഞങ്ങൾ നടത്തിയതിൻ്റെ സർക്കാർ ഈ കൊടുത്ത കമ്മീഷൻ റിപ്പോർട്ട് കൊടുത്താലും ആ കമ്മീഷൻ റിപ്പോർട്ടിനെ പരിഹരിക്കാതെ, മുഖവിലക്കെടുക്കാതെ അതിനെ തള്ളിക്കൊണ്ട് ഇവർ പിന്നെയും നിരന്തരമായിട്ട് അവർക്ക് അവസരം ഇവിടെ കടൽ തീരത്തി കൊടുക്കാൻ വേണ്ടി കൊണ്ടുവന്നപ്പോൾ ഞങ്ങൾ കോടതിയിൽ പോയി. സുപ്രീം കോടതി നിയമമുണ്ട്, രാത്രി ട്രോളിംഗ് നിരോധനമാണ് ഏർപ്പെടുത്തിയിട്ടുണ്ട്. രാത്രി ട്രോളിംഗ് വല പഠിക്കാൻ പാടില്ല. പിന്നെ 3 മാസവും ട്രോളിംഗ് നിരോധനം ഏർപ്പെടുത്തിയിട്ടുണ്ട്. പക്ഷേ അത് കുറച്ച് കാലഘട്ടം കഴിഞ്ഞ് വന്നപ്പോൾ ഇപ്പോഴത് വന്ന് നിൽക്കുന്നത് 52 ദിവസം, 54 ദിവസം. അപ്പോൾ അതൊക്കെ സർക്കാരിൻ്റെ വലിയ ഒരു കളിയാണ്. എല്ലാ സർക്കാരും, ഞാൻ ആരുടെയും അങ്ങനെ പറയുന്നതല്ല. മത്സ്യത്തൊഴിലാളികളെ എത്രത്തോളം ദ്രോഹിക്കാൻ നോക്കുമോ അത്രത്തോളം ദ്രോഹിക്കാൻ വേണ്ടി മത്സ്യത്തൊഴിലാളികളുടെ വോട്ട് ബാങ്കാക്കി മാറ്റിയതിന് ശേഷം അവരെ ദ്രോഹിക്കുന്നതാണ് ഏത് സർക്കാർ വന്നു കഴിഞ്ഞാൽ. അപ്പോൾ അതിശക്തമായിട്ട് ഞങ്ങൾ സമരം നടത്തിയതിൻ്റെ ഭാഗമായിട്ടാണ് ഇന്നിപ്പോഴും 54 ദിവസം അല്ല 52 ദിവസം നിലനിൽക്കുന്നത്. പക്ഷേ നൈറ്റ് ട്രോളിംഗ് ഇപ്പോഴും നടത്തുന്നുണ്ട്. അപ്പം നമ്മളിവിടെ പറയുന്നത് കേരളത്തിൽ ഒരു നിയമം കിടക്കുമ്പോൾ തമിഴ്നാട്ടിൽ മറ്റൊരു നിയമമാണ്. തമിഴ്നാട്ടിൽ 5 മണിക്ക് കയറി തിരിച്ച് 7 മണിക്ക് എല്ലാ ബോട്ടുകളും കരയെത്തിയിരിക്കണം. വെളുപ്പാൻ രാവിലെ 5 മണിക്ക് കടലിലേക്ക് പോവുക, സന്ധ്യയ്ക്ക് 7 മണിക്ക് ആ ബോട്ട് ഹാർബറിൽ കയറിയിരിക്കണം. അല്ലെങ്കിൽ അവൻ്റെ ഫൈനാണ്, അല്ലെങ്കിൽ അവൻ്റെ ശിക്ഷയാണ്. ഇവിടെ അതല്ല. ഇവിടെ നിരന്തരമായിട്ട് രാവ് തിരിയുന്നില്ല, പകരുന്നില്ല. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഉഴുന്ന് മറിച്ചുകൊണ്ടാണ് പോകുന്നത്. ഇപ്പോഴതാണ്. പക്ഷേ അതിനുള്ള സംവിധാനം പോലും ഇല്ല. സർക്കാരിൽ വരുന്ന സംവിധാനം എന്ന് വെച്ചാൽ ഞങ്ങൾ ഞങ്ങൾ ഒത്തിരി ദ്രോഹിച്ചുകൊണ്ടാണ് ആഗ്രഹിക്കുന്നത്. ദ്രോഹിക്കുന്ന കാര്യം ഇതിനു വേണ്ടി ഒരു സംവിധാനം ഉണ്ടാക്കുക, ബദൽ സംവിധാനം നമ്മൾ കാണണ്ടേ. ഇപ്പോൾ നമ്മൾ നിരോധനം ഏർപ്പെടുത്തി, ബോട്ട് നിരോധനം ഏർപ്പെടുത്തി, അല്ലെങ്കിൽ രാത്രി ട്രോളിങ്ങും നിരോധനം ഏർപ്പെടുത്തി. പക്ഷേ അതിൻ്റെ പെട്രോളിങ് കടലിൽ നടത്തണമല്ലോ, അതിനുള്ള സംവിധാനം വേണമല്ലോ, അതിനുള്ള ബോട്ടുകൾ വേണമല്ലോ, അതിനുള്ള ഉദ്യോഗസ്ഥന്മാർ വേണമല്ലോ. ഇതൊന്നും ഇല്ല. ഇവർ നമ്മളെന്തെങ്കിലും ഒരു ഫോൺ ചെയ്ത് പറയുമ്പോൾ ശരി ഞങ്ങൾ ഇറക്കുന്നുണ്ട്, ഞങ്ങളത് പരിഹരിക്കുന്നുണ്ട്, ഞങ്ങൾ എന്നിട്ടും പറയും ഞങ്ങളിവിടെ സംഘർഷം നടത്താൻ പോവുകയാണ്, അതിന് ബദലും നിങ്ങൾ സംവിധാനം കണ്ടെത്തിയില്ലെങ്കിൽ ഞങ്ങളിവിടെ പ്രശ്നമാക്കും. അവർക്ക് വിഷയമാണ്. പക്ഷെ അവരെ പറഞ്ഞിട്ട് കാര്യമല്ല, അതിനുള്ള സംവിധാനം ഇല്ല. അതാണ് ഈ അവസ്ഥയിലെത്തിയിരിക്കുന്നത്. ഇപ്പോഴും അവർക്ക് സപ്പോർട്ട് ചെയ്താണ് പോകുന്നത്.
മത്സ്യത്തൊഴിലാളി സമൂഹത്തിൻ്റെ ഭാവി എന്ന് പറയുമ്പോൾ മുൻകാലത്തിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള രീതിയിൽ വിദ്യാഭ്യാസം മെച്ചപ്പെട്ട്, സാമ്പത്തികത്തിന് മെച്ചപ്പെട്ട്, പിന്നെ ഇതിനകത്ത് ഒന്ന് രണ്ട് വിഷയങ്ങൾ മാത്രമേ ഉള്ളൂ. ഈ ഭാവി എന്ന് പറയുമ്പോഴത്തേക്കും മെച്ചപ്പെടുന്ന ഭാവിയിൽ ഒരു 60%, 40% ഇപ്പോഴും മെച്ചപ്പെടാതിരിക്കുന്നുണ്ട്. മെച്ചപ്പെടാതിരിക്കാൻ കാരണമുണ്ട്. ഒന്നത്തെ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ മദ്യപാനമാണ്. കാശ് സൂക്ഷിക്കാതെ, ഞാൻ പറയുന്നല്ലോ, ഈ കടൽ സമ്പത്ത് നിലനിർത്തി ആ കിട്ടുന്ന സമ്പത്ത് കൊണ്ട് നമ്മൾ സുഖമായിട്ട് ജീവിച്ചു കഴിഞ്ഞാൽ ഒരു ആരുടെയും ഒരു തണലോ ആരുടെ കൈത്താങ്ങോ നമുക്ക് ആവശ്യമില്ല. സർക്കാരിൻ്റെ കൈത്താങ്ങോ ആവശ്യമില്ല, മറ്റുള്ള ആരുടെയും കൈത്താങ്ങമില്ല. നമ്മൾ ആ കാശ് സൂക്ഷിച്ചു വെച്ച് ജീവിച്ചാൽ ഇന്നും സുഖമായിട്ട് ജീവിക്കാം. പക്ഷേ ഇന്നും ഒരു 40% ആൾക്കാർ ഇന്നും, കാരണം നമുക്കറിയാം ഈ തൊഴിലാളികളാണല്ലോ ഏറ്റവും കൂടുതൽ ഈ സർക്കാരിന് മൂല്യം കൊടുക്കുന്നത് ഈ മദ്യത്തിലൂടെ. അത് തൊഴിലാളികളുടെ കൊണ്ട് മാത്രമേ പറ്റുള്ളൂ. അത്രയ്ക്ക് മദ്യം ഉപയോഗിക്കുന്നത് നമ്മൾ മനസ്സിലാക്കാൻ പറ്റുന്നത്. അതാണ് ഏറ്റവും വലിയ ഇപ്പോഴത്തെ കുഴപ്പം. അല്ലെങ്കിൽ ഇവർക്ക് വേറെ ഒരു വലിയ മെച്ചം പതുക്കെ അങ്ങനെ മാറി വരുന്നുണ്ട്. വിദ്യാഭ്യാസം മാറി വരുന്നുണ്ട്. സർക്കാർ ജോലികളിലേക്ക് പോകാൻ സാധ്യതയുണ്ട്. മറ്റുള്ള രാജ്യങ്ങളിലേക്ക് പോയി ചെന്ന് വിദ്യാഭ്യാസം എടുത്തുകൊണ്ട് അതിനുള്ള തൊഴിൽ പഠിച്ചുകൊണ്ട് അതിൻ്റെ ഉന്നതങ്ങളിൽ ഇപ്പം കുറച്ച് മാറ്റങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. പുതിയ ഈ തലമുറയ്ക്ക് അത്രയ്ക്ക് ഫുള്ളായിട്ട് വരുന്നില്ല, മനസ്സിലാവുക. ഇപ്പം വിദ്യാഭ്യാസം കിട്ടി. പക്ഷേ ഞങ്ങൾ പറയുന്നത്, മത്സ്യത്തൊഴിലാളികളായ ഞങ്ങളുടെ അനുഭവം വെച്ച് ഞങ്ങൾ പറയുന്നത്, ഓക്കെ, വിദ്യാഭ്യാസം വേണം, തൊഴിൽ വേണം. ഈ തൊഴിലും കൂടെ നമ്മൾ കണ്ടെത്തിയിരിക്കണം. കാരണം ചിലപ്പോൾ എന്ത് തൊഴിലാണ് നമ്മുടെ യുവജീവനം ജീവിക്കാനുള്ള ഒരു അവസരം കിട്ടുന്ന സാഹചര്യമാണ്. ഇപ്പോഴും മറ്റുള്ളതെല്ലാം നമ്മൾ കൈവിട്ട് പോയി. നമ്മളിപ്പോൾ മറ്റൊരു തൊഴിലിനെ ആശ്രയിച്ച് പോയി കൈവിട്ട് പോയി കഴിഞ്ഞാൽ ഈ തൊഴിൽ പഠിച്ചു കഴിഞ്ഞാൽ ഈ തൊഴിലിലേക്ക് നമ്മൾ പിടിച്ചു നിൽക്കേണ്ട ഒരു സംവിധാനം ഉണ്ടാക്കാം. അപ്പോൾ തൊഴിൽ ഇതും ഒരു പ്രധാന ഘടകമാണ്. ഇതും പഠിക്കണം, മറ്റുള്ള തൊഴിൽ കൂടുതൽ പഠിക്കണം. അതാണ് ഉദ്ദേശിക്കുന്നത്. തൊഴിൽ ചെയ്യേണ്ടത് ഏറ്റവും കൂടുതൽ ഒരു മനുഷ്യൻ അവൻ്റെ ആരോഗ്യം നിലനിർത്തണമെന്നുണ്ടെങ്കിൽ അവൻ എപ്പോഴും ശരീരം ചലിച്ചുകൊണ്ടിരിക്കണം. അല്ലെങ്കിൽ നമ്മൾ പെട്ടെന്ന് രോഗിയായി പോകും. ഇവിടുത്തെ തൊഴിലിന് ഞാൻ കാണുന്ന ഏറ്റവും ഭംഗിയുള്ള തൊഴിൽ കമ്പോലിയാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവൻ്റെ ശരീരത്തിൻ്റെ എന്തൊക്കെ ഭാഗങ്ങളുണ്ടോ ആ ഭാഗങ്ങളെല്ലാം ചലനം സൃഷ്ടിക്കുന്ന ഒരു തൊഴിലാണ് കമ്പുവല. അത് ഈ പറയുന്ന കട്ടമരം. കമ്പുവല എന്ന് പറയുമ്പോഴത്തേക്ക് ഏതാണ്ട് ഒരു അരമണിക്കൂർ, 3/4 മണിക്കൂർ, 1 മണിക്കൂർ കണ്ടല്ലോ അവൻ ഹാർഡ് വർക്ക് നടത്തിയാണ്. മറ്റൊന്ന് ഹാർഡ് വർക്കാണ്, അതും 2-3 മണിക്കൂർ. പക്ഷേ ഏറ്റവും കൂടുതൽ ഞാൻ സന്തോഷിക്കുന്ന, അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ ഇവിടുത്തെ മനുഷ്യരുടെ അവരുടെ ഈ ആരോഗ്യതരം നിലനിൽക്കുന്നത് ഈ ഹാർഡ് വർക്കും അവൻ്റെ ശരീരത്തിൻ്റെ ഹാർഡ് വർക്കും മത്സ്യവും. എന്തുമാത്രം മദ്യപിക്കുന്നുണ്ടെന്ന് അറിയാം. പക്ഷെ അവൻ എന്നിട്ട് പോലും അത്രയും അവൻ്റെ ആ ശരീരത്തെ പിടിച്ചു നിർത്തുന്നത് ഈ രണ്ടുമാണ്. അവൻ്റെ പെട്ടെന്ന് ഒരു രോഗം വരാനുള്ള സാധ്യത വരുന്നില്ല. അപൂർവം മാത്രമേ നിൽക്കുന്നുള്ളൂ. ഈ കമ്പുവല അതിനൊരു പ്രധാന ഘടകമാണ് അവൻ്റെ ആരോഗ്യത്തിന്.